ഹലോ പെറ്റ് ലവേഴ്സ്. അപ്പോൾ ഇതാണ് ഏട്ടാ നമ്മുടെ കുഞ്ഞുകുട്ടൻ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടനാണ് ഏട്ടാ ഇവൻ. എന്താണെന്ന് വെച്ചാൽ അവനെ പരിചയപ്പെടുത്താനുള്ള കാര്യം എന്താണെന്നറിയാവോ? ഇവൻ്റെ അമ്മ മരിച്ചു പോയതാ, അവൻ്റെ അമ്മയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ജിഞ്ചർ ക്യാറ്റും കൂടെ ഉണ്ടായിരുന്നു ഏട്ടാ, അതും മരിച്ചുപോയി. ഇവൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പേർഷ്യൻ ക്യാറ്റൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നൊരു നോർമൽ ക്യാറ്റാണ് ഏട്ടാ. അവൾ ഏകദേശം ഒരു 5 വയസ്സോളം ഇവിടെ ഉണ്ടായി. 5 വയസ്സോളം ഉണ്ടായിരുന്നു. മുന്നേക്ക് ഡെലിവറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2ഓ 3ഓ ഡെലിവറി എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അവിടെ കിറ്റൺസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം എന്താണെന്നറിയത്തില്ല, ഡെഡായി പോവും. ഒന്നിൽ അവൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആ ഡെലിവറി ടൈമിലൊക്കെ ഇവിടെ വന്നിട്ട് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാണും. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. പിന്നെ കുഞ്ഞുങ്ങളെ കാണുകയൊന്നുമില്ല കേട്ടോ. പക്ഷെ ലാസ്റ്റ് ഡെലിവറി ടൈമിൽ അവൾ ഇവിടെ വന്ന് തന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളുണ്ടായി, ഇതും ഉണ്ടായി, ജിഞ്ചറും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു 14 ദിവസം കഴിഞ്ഞപ്പം 2 മാസമായി ഇവന്. 2 മാസമായെങ്കിലും ഫുഡൊക്കെ കഴിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളാണ് ഫീഡ് ചെയ്യുന്നത്. 14 ദിവസമായപ്പോൾ പിന്നെ അമ്മേനെ കാണാനില്ല. 1 ദിവസം വന്നില്ല, 2 ദിവസം വന്നില്ല, 3 ദിവസം വന്നില്ല. പിന്നെ അമ്മേനെ കാണാനേ ഇല്ല. അങ്ങനെ നമ്മൾ ഈ നമ്മൾ കഴിക്കുന്ന നോർമൽ പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് ഫീഡ് ചെയ്തിട്ടാണ് കേട്ടോ അവന് ഇത്രയും ഇതാക്കിയത്. അപ്പം ആ ഒരു ജേണി എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. കാര്യം ഒരുപാട് ആൾക്കാർ റോഡിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കിറ്റൻസിനൊക്കെ കൊണ്ടുവന്ന് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പേർഷ്യൻ ക്യാറ്റിനെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ളതിനെയൊക്കെ വളർത്താൻ പറ്റും. അതേ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ഞാനിപ്പം എൻ്റെ പേർഷ്യൻ ക്യാറ്റിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇവനെ ഇട്ടേക്കുന്നത്. അവന് സെപ്പറേറ്റ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അവന് ഭയങ്കര കമ്പനിയാണ് അവരൊക്കെ ആയിട്ട്. ഞാൻ രാവിലെ വീട്ടിലാടുന്നുണ്ട് നമ്മുടെ സിംബയാണ് അവൻ്റെ മെയിൻ ഫ്രണ്ട്. സിംബ ഇല്ലാണ്ട് ഇവന് ഉറക്കമില്ല എന്ന് തന്നെ മെയിൻ പറയാം. സിംബയുടെ അടുത്ത് തന്നെയാണ് ഉറക്കവും കാര്യങ്ങളും എല്ലാം ഇവന്. സിംബയാണ് അവൻ്റെ മെയിൻ ഫ്രണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവനെ ഇത്രയും ഇതായി നോക്കിയെടുത്തത്. എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവനിപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൽ. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ നോക്കിയെടുത്തു. കാര്യം കണ്ണ് പോലും തുറക്കാത്ത ആ ഒരു ടൈമിലാണ് എനിക്ക് ഇവൻ ആ സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്.